ഷുഡുമാരക്കുറുപ്പിനെ കിട്ടിയോ കാശ്മീർ സാറേ? കാശ്മീർ സാറല്ല സാറ്, കാശ്മീർ സാറാ. കാശ് എവിടെ കിട്ടുന്നോ കാശ്മീർ സാർ അങ്ങോട്ടങ്ങ് ചാടും. നമ്മുടെ കഴിഞ്ഞ തവണ എനിക്കിപ്പോൾ ഈ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് വിരോധമൊന്നുമില്ല, പക്ഷേ കാര്യം രാഹുൽ വീണ് പോയവനെ നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പക്ഷേ രാഹുലിനെ വെളുപ്പിച്ചു കൊടുത്ത ഒരു ഇൻ്റർവ്യൂ കാശ്മീർ സാറ് നേരത്തെ നടത്തിയായിരുന്നു. കാര്യം കാശ്മീർ സാർക്ക് ആരെങ്കിലും പൊതുസമൂഹത്തിൽ കാശ്മീർ സാറിൻ്റെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീർ സാറ് കാശ് മേടിച്ചിട്ട് അവരെ വെളുപ്പിക്കും. അങ്ങനെ അതിക്രൂരമായ രീതിയിൽ 3 പെൺകുട്ടികളുടെ ഭ്രൂണഹത്യ വരെ ചെയ്ത, സാധാരണ റേപ്പ് പോലെ അല്ലായിരുന്നു അന്ന് ആ വിഷയത്തിൽ. അപ്പോൾ ആ വിഷയത്തിൽ സാറ് അദ്ദേഹത്തെ വിളിച്ചിരുത്തി ഇദ്ദേഹം പറയുന്നതെല്ലാം കേൾക്കാനുള്ള വലിയൊരു സന്മനസ് കാണിച്ച ഒരു നല്ല തങ്കക്കുടമാണ്. ആ അങ്ങാണ് എൻ്റെ ഭാര്യ വളരെ സന്തോഷത്തോടു കൂടി 3.5 വർഷം മുമ്പേ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ പറഞ്ഞൊരു കാര്യത്തെ വരെ എടുത്ത് ജനകീയ കോടതിയിൽ ഉപയോഗിച്ചല്ലോ. അങ്ങ് മഹാനാണ്, അങ്ങ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ സ്ത്രീകളെ മറ്റേ തന്ത്രപരമായി മയക്കി റേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുന്ന ആളെ താങ്കൾ വെളുപ്പിക്കും. അതാണൊക്കെ മയക്കുമരുന്നും പബ്ബും പാർട്ടിയും ഒക്കെ നടത്തുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുത്തി സാർ അവർ പറയുന്ന എല്ലാം കേൾക്കും. എന്നിട്ട് അഖിൽമാരാരെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരുത്തിയതിന് ശേഷം അയാൾ പറയുന്നത് കേട്ടില്ല എന്ന് മാത്രമല്ല 1.25 മണിക്കൂർ ഞാൻ സംസാരിച്ചതിനകത്തുനിന്ന് 40 മിനിറ്റ് കട്ടും ചെയ്ത് കളഞ്ഞു. പോട്ടെ, കാശ്മീർ സാറ് ജയിച്ചോട്ടെ. കാശ്മീർ സാറ് കഴിഞ്ഞ ജനകീയ കോടതിയിൽ നാറിപ്പുഴുത്താണല്ലോ. അന്ന് നാറിപ്പുഴുത്ത സമയത്ത് ഒരു അൺകട്ടിട്ട സമയത്ത് കാശ്മീർ സാറ് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. സംവിധായകനെന്ന് അവകാശപ്പെടുന്ന അഖിൽമാരാർക്ക് വേണ്ടി ഈ അൺകട്ടിടുന്നു എന്നൊക്കെയാണ് കാശ്മീർ സാർ അന്ന് പറഞ്ഞത്. അങ്ങനെ സാബു ജേക്കബ് സാറിൻ്റെ നിന്ന് കാശും മേടിച്ച് ഒരു ജനകീയ കോടതിയൊക്കെ നടത്തിയതിനു ശേഷം കാശ്മീർ സാറ് നേരെ പോയത് ഇൻ്റർപോളിൻ്റെ ചുമതല ഏറ്റെടുക്കാനാണ്. ഇവിടെ നിന്ന് കാണാതായിപ്പോയ കേരള പോലീസിനെയും ഇൻ്റർപോളിനെയും ഒക്കെ വെട്ടിച്ച് കടന്നു കളഞ്ഞ സുകുമാരക്കുറുപ്പിനെ എന്തായാലും നമ്മുടെ കാശ്മീർ സാറ് കണ്ടുപിടിച്ചു. എനിക്കറിയത്തില്ല, പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയൊക്കെ എടുക്കുന്ന സമയത്ത് ഈ കാശ്മീർ സാറിനെ പരിചയപ്പെട്ടപ്പോൾ കാശ്മീർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ പുള്ളിക്ക് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അവസരങ്ങളുണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാശ്മീർ സാറ് സിനിമ അഭിനയമൊക്കെ ഞാൻ പറയുന്നത് പതുക്കെ നിർത്തിയതിന് ശേഷം എത്രയും പെട്ടെന്ന് തിരക്കഥ എഴുതാൻ പോകണം. പ്രത്യേകിച്ച് കുറുപ്പ് സിനിമയുടെ 2ാം ഭാഗം അന്ന് ദുൽഖർ സൽമാൻ ചെയ്യുന്ന പടത്തിനകത്ത് കുറുപ്പിൻ്റെ 2ാം ഭാഗം വരുന്നുണ്ട്. അവരുടെ തിരക്കഥയിൽ പങ്കാളിയാവണം. ഇനി അതല്ല, ഈ കുറുപ്പ് സിനിമയുടെ 2ാം ഭാഗം നിർമ്മിക്കുന്ന നിർമ്മാതാവിൻ്റെ നിന്ന് കാശും മേടിച്ചിട്ട് സിനിമയുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട്, സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് കാശ്മീർ സാറ് അങ്ങനെയും ചെയ്യാം. കാര്യം കാശ്മീർ സാറിന് അങ്ങനെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ കാശ്മീർ സാറ് എന്ത് വാർത്തയും ചെയ്യും. പിണറായി വിജയനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ജനകീയ കോടതിയിൽ പരമാവധി നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊന്നുമല്ല. കാര്യം BJP വിട്ടുവന്ന അല്ലെങ്കിൽ BJPക്കെതിരെ കുറ്റം പറഞ്ഞ എന്നെ BJPക്കാരനാക്കി വരുത്തി തീർക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. കാശ്മീർ സാറിന് സാബു ജേക്കബിനെ വിളിപ്പിക്കുക എന്നുള്ളതാണെന്ന്. അപ്പോൾ എന്തായാലും പോയിട്ട് വാ ഏട്ടാ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അഖിൽമാരാരെ സംബന്ധിച്ച് 2 TV പ്രോഗ്രാം, ഏഷ്യാനെറ്റിൽ ഒരു പരിപാടി അപ്പുറത്ത് നടക്കുന്നുണ്ട്, ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്, ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ മര്യാദയ്ക്ക് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നു ജനകീയ കോടതിയിൽ പങ്കെടുത്തു. അതിൻ്റെ പേരിൽ എന്നെ എതിർക്കുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് ട്രോൾ ഉണ്ടാക്കി. അതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ മാധ്യമപ്രവർത്തനം എന്നൊരു സാധനത്തിനകത്ത് സത്യമുണ്ടാവണം. സത്യം പറയുന്നവനാണ് മാധ്യമപ്രവർത്തകൻ. അവന് രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ കാശ്മീർ സാറിന് രാഷ്ട്രീയമുണ്ട്, സത്യം ഒരിക്കലും പറയത്തതുമില്ല. കാശ്മീർ സാർ ആര് കാശ് കൊടുക്കുന്നു ആ കാശ് കൊടുക്കുന്ന ആൾക്കാരെ മൊത്തം വിളിപ്പിക്കും. കാശ്മീർ സാറിൻ്റെ പൊതുപരിപാടി നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, ഓരോ ചർച്ചകളും നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾക്കത് വെളിവാകാൻ പറ്റും. അപ്പം മാധ്യമ രംഗത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ, അത് ഏറ്റവും കുറഞ്ഞ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകന് പോലും ഉണ്ടായിരിക്കേണ്ട ഒരു ബേസിക് ബോധ്യമെന്ന് പറയുന്നത് കൊടുക്കുന്ന വാർത്തയിൽ സത്യമുള്ളതായിരിക്കണം എന്നുള്ളതാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ നമ്മൾ 24-ൽ ഈ ജനകീയ കോടതി എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എഡിറ്റിങ്ങും മറ്റേ AI ടെക്നോളജിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഏതോ പാവപ്പെട്ടവൻ്റെ ഫോട്ടോ എടുത്തു വെച്ച് ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. എൻ്റെ പൊന്ന് കാശ്മീർ സാറേ, കാശ് വല്ലൊന്നിനും തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാതൃഭൂമിയിൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ട് സമയത്ത് ശ്രീകണ്ഠൻ നായർ വിളിച്ചുകൊണ്ട് വന്ന് 24-ൽ കൊണ്ടുവന്ന് കാശ് കൂടുതൽ കിട്ടുമെന്ന് കരുതി അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ഞാനന്ന് ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ. അത് പോട്ടെ, എന്തായാലും അഭിവാദ്യങ്ങൾ. എനിക്ക് വണ്ടി കിട്ടി, ഞാനിഞ്ഞ് താഴോട്ട് പോരുന്നു. അപ്പോൾ സാർ അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് സാർ മേപ്പോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടതേ. സാർ അവിടെ പോയി കുറച്ച് നാളിരിക്കും. പിന്നെ സാറിൻ്റെ തൊഴിലിനെയാണ് സാർ ചതിച്ചത്. സാറിൻ്റെ തൊഴിലിനെ അഖിൽമാരാരെയും ചതിച്ചിട്ടില്ല. സ്വന്തം തൊഴിലിനെ ചതിച്ച കാശ്മീർ സാറിന് മാധ്യമരംഗത്ത് തുടരാനുള്ള അവകാശമുണ്ടോ എന്ന് ജനം തീരുമാനിക്കട്ടെ. ഈ നാറിയൊക്കെ ഇനി ജനം എങ്ങനെ വിശ്വസിക്കും? ഉടായിപ്പ്.